ബജറ്റുമായി ബന്ധപ്പെട്ട് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട അടുത്തൊരു ടോപ്പിക്കാണ് സ്ക്രൂട്ടിനി ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ്. ആബ്ദു ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. പോസ്റ്റ് പ്രീ ബജറ്റ് മീറ്റിംഗ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ് സബ്മിഷൻ. ബജറ്റിന് മുമ്പ് പ്രീ മീറ്റിംഗ് നടക്കും. Once pre-budget meetings are completed, the approved ceiling for revenue and capital expenditure are communicated to financial advisors. Financial advisors pre-budget meeting ശേഷം അപ്രൂവ് ചെയ്ത റവന്യൂന്റെ സീലിംഗ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സീലിംഗ് ഡിസ്കസ് ചെയ്യും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്. ദിസ് സീലിംഗ് ഇൻക്ലൂഡ് എക്സ്പെൻഡിച്ചർ ലിമിറ്റ് ഫോർ ഈച്ച് മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. ഈ സീലിംഗിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ മിനിസ്ട്രിക്കും എത്ര തുകയാണ് ചെലവഴിക്കാനുള്ള ഒരു സീലിംഗ് ഉണ്ടായിരിക്കും. Financial advisors are responsible for preparing final statement of budget estimate. Final budget estimate statement prepare ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഫിനാൻഷ്യൽ അഡ്വൈസർ. ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഗിവൺ ദ ബജറ്റ് സർക്കുലർ. ബജറ്റ് സർക്കുലറിൽ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ് ഈസ് ദെൻ സബ്മിറ്റഡ് ടു ബജറ്റ് ഡിവിഷൻ ഫോർ ഫർദർ സ്ക്രൂട്ടിനി ആൻഡ് പ്രോസസിംഗ്. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ് എന്ത് ചെയ്യും? ആർക്ക് കൊടുക്കും? ബജറ്റ് ഡിവിഷനിലേക്ക് കൊടുക്കും, സബ്മിറ്റ് ചെയ്യും. എന്തിനാണ്? ഫർദർ സ്ക്രൂട്ടിനിക്കും പ്രോസസിംഗിനും വേണ്ടിയിട്ട്. യൂണിയൻ ബജറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം UBIS. UBIS is a online platform designed for the submission, processing and finalization of statement of budget estimate and budget document. എത്രയാണ് ബജറ്റിന്റെ എസ്റ്റിമേറ്റ്, റവന്യൂ, എക്സ്പെൻഡിച്ചർ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതും ബജറ്റ് ഡോക്യുമെന്റും അതിന്റെ സബ്മിഷൻ, അതിന്റെ പ്രോസസിംഗ്, അതിന്റെ ഫൈനലൈസേഷൻ നടക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് യൂണിയൻ ബജറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് യൂസ് UBIS to fill details in of their estimated expenditure under various head. ഓരോ മിനിസ്ട്രിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് വേണ്ട എസ്റ്റിമേറ്റ് എക്സ്പെൻഡിച്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടത് ഈ ഓൺലൈൻ പോർട്ടൽ മുഖേന. ദിസ് സിസ്റ്റം എൻഷുർ എഫിഷ്യന്റ് ഡാറ്റ എൻട്രി, റിയൽ ടൈം ട്രാക്കിംഗ് ആൻഡ് പ്രോപ്പർ അലോക്കേഷൻ ഓഫ് ബഡ്ജറ്ററി റിസോഴ്സ്. വളരെ കൃത്യമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റ എൻട്രി, അതേപോലെ വളരെ ടൈം ലൈൻ ആയിട്ട് ടൈം ബേസ്ഡ് കാര്യങ്ങൾ കൊടുക്കാൻ കഴിയും. പ്രോപ്പർ അലോക്കേഷൻ ഇതിലൂടെ നടക്കാൻ സാധിക്കും. Classification of central government expenditure post 2017. Before 2000, budget expenditure was divided into plan and non-plan category. 2017 മുമ്പ് പ്ലാൻ നോൺ പ്ലാൻ കാറ്റഗറി ആയിട്ടാണ് ബജറ്റ് എക്സ്പെൻഡിച്ചറിന്. 2017-18 കാലഘട്ടത്തിൽ this has been replaced more integrated framework that classify expenditure into 6 broad category. 6 കാറ്റഗറി ആയിട്ട് ഈ എക്സ്പെൻഡിച്ചർ ബജറ്റ് എക്സ്പെൻഡിച്ചർ തരംതിരിച്ചു. സെൻട്രൽ എക്സ്പെൻഡിച്ചർ ഒന്ന്. Establishment expenditure of the center covers all operational cost of ministry and department including attached subordinate offices. ഓരോ മിനിസ്ട്രിയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കോസ്റ്റുകളും ഉൾക്കൊള്ളുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ, അത് ഓരോ മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡെയിലി ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ. അതിൽ സാലറി, വേജ്, മെഡിക്കൽ എക്സ്പെൻസ്, ട്രാവൽ, ഓഫീസ് എക്സ്പെൻസ്, മെറ്റീരിയൽ, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, IT എക്സ്പെൻസ് ആൻഡ് പ്രൊഫഷണൽ സർവീസ്, pensionary charge and reward, motor vehicle expenditure, advertising and publicity, minor works, rent and taxation. അത് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ മിനിസ്ട്രിക്ക് കീഴിലുള്ള അതിന്റെ ഓഫീസേഴ്സ് അത് ഡെയിലി ആയിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ചെലവാണ്. ഓക്കെ. സെൻട്രൽ സെക്ടർ സ്കീം. These are fully funded and implemented by the central government through its ministry, autonomous bodies and special agency. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഓരോ മിനിസ്ട്രി മുഖാന്തരം അവർ നേരിട്ട് നടത്തുന്ന, ഫുള്ളി ഇംപ്ലിമെന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അവരുടെ മിനിസ്ട്രി അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ഏജൻസി വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾക്കാണ് സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്. ജനറലി ദിസ് സ്കീം ആർ നോട്ട് ഇംപ്ലിമെന്റഡ് ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിലൂടെ ഇത് ഇംപ്ലിമെന്റ് എക്സെപ്റ്റ് ഇൻ സ്പെസിഫിക് കേസസ് അപ്രൂവ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ. ചില കേസുകൾ ഒഴികെ ബാക്കി എല്ലാത്തിലും എന്ത് ചെയ്യും? ഈ ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം. ഫണ്ട് ആർ ട്രാൻസ്ഫർഡ് ഡയറക്ട്ലി ടു ദ ഇംപ്ലിമെന്റിംഗ് ഏജൻസി. ഇത് ആരാണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ഏജൻസിക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഫണ്ട് നൽകുക. സ്റ്റേറ്റ് ട്രഷറി ആർ നോട്ട് ഇൻവോൾവഡ് ഇൻ ഫണ്ട് ട്രാൻസ്ഫർ. ഫണ്ട് ട്രാൻസ്ഫറിൽ സ്റ്റേറ്റ് ട്രഷറി ഇതിൽ ഉൾപ്പെടില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ടാണ്. ചില കേസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ അപ്രൂവ് ചെയ്യാണെങ്കിൽ സ്റ്റേറ്റും ഇത് നടത്തും. പക്ഷെ ഫണ്ടുകൾ ആരാണോ ഇത് ഇംപ്ലിമെന്റ്, ആരാണോ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്, അതിന്റെ വർക്ക് നടത്തുന്നത്, അവർക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഫണ്ട് കൊടുക്കുക. Other central expenditure covers funding for public sector enterprises, autonomous bodies and non-scheme related spending. ഈ ഫണ്ടിൽ ഉൾക്കൊള്ളുക covers funding public sector enterprise, പബ്ലിക് ഗവൺമെന്റിന് കീഴിലുള്ള ഇപ്പൊ BSNL പോലുള്ള കാര്യങ്ങൾ, അതേപോലെ ഓട്ടോണമസ് ബോഡി, നോൺ സ്കീം റിലേറ്റഡ് സ്പെൻഡിങ് ഒക്കെ ഇതിലാണ് ഉൾക്കൊള്ളുക. ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഡെപ്റ്റ് റീപേയ്മെന്റ്, കോൺട്രിബ്യൂഷൻ ടു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, expenditure on autonomous institution like ICAR, CSIR, atomic energy which may also implement some CSS.
സെൻട്രലി സ്പോൺസേർഡ് സ്കീം അതർ ട്രാൻസ്ഫർ. നേരത്തെ സെൻട്രൽ സ്കീം ആയിരുന്നു, ഇത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം CSS, ദിസ് സ്കീം ആർ ജോയിൻലി ഫണ്ടഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതിന്റെ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റിനും കുറച്ച് കൊടുക്കും, സ്റ്റേറ്റ് ഗവൺമെന്റിനും കുറച്ച് കൊടുക്കും. ഇപ്പോ കേരളത്തിൽ ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജലജീവൻ പദ്ധതി, ഓരോ വീട്ടിലേക്ക് വെള്ളം കൊടുക്കുന്ന, ഇതിന്റെ എത്ര ശതമാനം ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ്, കുറച്ച് സ്റ്റേറ്റ് ആണ്. അതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഇംപ്ലിമെന്റഡ് ബൈ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് അണ്ടർ ദ പ്രീ അപ്രൂവ്ഡ് കോസ്റ്റ് ഷെയറിംഗ് പാറ്റേൺ. പ്രീ അപ്രൂവ്ഡ് കോസ്റ്റ് ഷെയറിംഗ് പാറ്റേണിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് ആണ് അണ്ടർ ദ പ്രീ അപ്രൂവ്ഡ് കോസ്റ്റ് ഷെയറിംഗ് പാറ്റേൺ. ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം. സെൻട്രൽ ഷെയർ ഈസ് റൂട്ടഡ് ത്രൂ സ്റ്റേറ്റ് ട്രഷറി ആസ് ഗ്രാന്റ്സ് ഇൻ എയ്ഡ്. സ്റ്റേറ്റ് ട്രഷറിക്ക് ഗ്രാന്റ് ഇൻ എയ്ഡ് ആയിട്ടാണ് ഇതിന്റെ ഫണ്ട് സെൻട്രൽ ഷെയർ കൊടുക്കുക. ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ് ഫണ്ട് ആർ ട്രാൻസ്ഫേർഡ് യൂസിംഗ് ഫംഗ്ഷൻ ലെഡ് ഇൻസ്റ്റീഡ് ഓഫ് സ്റ്റേറ്റ് ട്രഷറി. ചില കേസിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം ഫണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് യൂസിംഗ് ഫംഗ്ഷൻ ലെഡ് ഇൻസ്റ്റീഡ് ഓഫ് സ്റ്റേറ്റ് ട്രഷറി. മേപ്പിംഗ് CSS allocation is done to track total resource transfers to state. Finance Commission transfers. അടുത്തത് ഫിനാൻഷ്യൽ കമ്മീഷൻ ട്രാൻസ്ഫേഴ്സ് ആണ്. These transfers are mandated by the Finance Commission and are part of transfer to state demand under the Ministry of Finance. ഇത് ഫിനാൻസ് കമ്മീഷന്റെ ട്രാൻസ്ഫർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സെൻട്രലിന്റെ ഷെയർ ഉണ്ടാവും, ഓരോ സ്റ്റേറ്റിനും അവർ ടാക്സ് പിരിക്കുന്നതിന്റെ ഒരു ഷെയർ. ഇത് ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫർ ആയിട്ടാണ് ഫിനാൻസ് കമ്മീഷന്റെ മുഖാന്തരം ഓരോ സ്റ്റേറ്റിനും ഇത്ര ഫണ്ട് കൊടുക്കണം എന്ന് പറയുന്നത്. Other transfers to state include various grant or special allocations such as National Disaster Response Fund, assistant under Article 2075(1) of the Constitution. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് മുഖേനയുള്ള ഫണ്ട് ട്രാൻസ്ഫർ, അസിസ്റ്റന്റ് ആർട്ടിക്കിൾ 275(1) പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന സഹായങ്ങൾ കൊടുക്കാനുള്ള ഇതൊക്കെ അതർ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന ഒന്ന് സെൻട്രൽ എക്സ്പെൻഡിച്ചർ, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ സെൻട്രൽ, അതുപോലെ സെൻട്രൽ സെക്ടർ സ്കീം, അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ 3 സെൻട്രലി സ്പോൺസേർഡ് സ്കീം, ഫിനാൻസ് കമ്മീഷൻ സ്കീം 5, അതർ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ് അങ്ങനെ 6. ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഒന്നാമത്തത് വോട്ടഡ് എക്സ്പെൻഡിച്ചർ റിക്വയർസ് അപ്രൂവൽ ഫ്രം പാർലമെന്റ് ഡ്യൂറിംഗ് ദ ബജറ്റ് സെഷൻ. ഇത് ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുന്ന ഫണ്ടിന് പാർലമെന്റിന്റെ അപ്രൂവൽ വേണം ബജറ്റ് സെഷനിൽ. അതിനെ എന്താ പറയുക, വോട്ടഡ് എക്സ്പെൻഡിച്ചർ. ഇൻക്ലൂഡ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻഡിച്ചർ, ഡെവലപ്മെന്റ് പ്രൊജക്ട്, സബ്സിഡി കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പാർട്ട് ഓഫ് ദ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ഡിബേറ്റഡ് ആൻഡ് വോട്ടഡ് ബൈ ദ ലോക്സഭ ഇൻ ഇന്ത്യ. ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ഇതിന്റെ പാർട്ടാണ്. ഇത് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്ത് വോട്ട് ചെയ്തിട്ടാണ് ഇത് പാസ്സാക്കുക. ചാർജഡ് എക്സ്പെൻഡിച്ചർ ഡയറക്ടറി ചാർജ് ടു ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് റിക്വയർ വോട്ടിംഗ് പാർലമെന്റ്. പാർലമെന്റിൽ വോട്ടിംഗ് ഇടേണ്ട ആവശ്യമില്ല. കൺസോളിഡേറ്റഡ് ഫണ്ട് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. ഇൻക്ലൂഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ്, സാലറി ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ഗവർണർ, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് എക്സ്പെൻസ്, ഡെപ്റ്റ് റീപേയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇനി റിക്കവറി റെഫേഴ്സ് ടു ഫണ്ട് റിക്കവേർഡ് ഫ്രം ദ പാസ്റ്റ് എക്സ്പെൻഡിച്ചർ. പാസ്റ്റ് എക്സ്പെൻഡിച്ചറിന് റിക്കവർ ചെയ്ത ഫണ്ടിനെ എന്ന് പറയാം റിക്കവറി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ അഡ്വാൻസ് ഓർ ലോൺസ് ഗിവൺ ബൈ ദ ഗവൺമെന്റ് ലേറ്റർ റീപെയ്ഡ് ബൈ റെസിപ്പന്റ്. ആർക്കെങ്കിലും അഡ്വാൻസ് ആയിട്ടോ ലോൺ ആയിട്ടോ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്, അതന്നെ ലേറ്റർ ആയിട്ട് റീപെയ്ഡ് ചെയ്തു ബൈ റെസിപ്പന്റ്, ആരാ അത് കൈപ്പറ്റുക. അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ദ എക്സ്പെൻഡിച്ചർ ടു റിഫ്ലക്ട് ഇൻ ദ നെറ്റ് ബഡ്ജറ്റ് റിക്വയർമെന്റ്. ഇനി റെസിപ്റ്റ് represent government income from various sources, tax revenue, non-tax revenue, capital receipt. ഇത്ര കാര്യങ്ങളാണ് ബജറ്റ് എസ്റ്റിമേറ്റ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.